അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുക്കിംഗ് ഐറ്റമൊന്നല്ല കേട്ടോ. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കൂല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളെ പെരയും കൂടിയൊക്കെ ഒന്ന് കാട്ടിത്തരാമെന്ന് കരുതി. കമൻറ്റിലൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞതിനും താത്ത ഞങ്ങളെ പെരയും കൂടിയൊക്കെ ഒന്ന് കാണിച്ചു തരുമോ എന്നുള്ളത്. അപ്പം ഞാനിന്ന് അതിന് നിൽക്കുകയാണ്. പിന്നെ ഇത് വലിയ പെരകളൊക്കെ ഉള്ള ആളുകൾക്ക് കാണുമ്പോൾ ഇത് ചെറിയൊരു പെരായിട്ട് തോന്നും. പക്ഷെ ഞമ്മക്കിത് കൊട്ടാരാണ്. കാരണം ഞാൻ ജനിച്ച് വളർന്നൊരു രീതി എന്ന് പറഞ്ഞാൽ ചെറിയൊരു പെരയിൽ വളർന്നു വന്ന ആളാണ്. പിന്നെ ഒരു 10 വയസ്സൊക്കെ ഉള്ള സമയത്താണ് നമ്മളെ പെരയൊക്കെ നന്നാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു കൊട്ടാരായിട്ടാണ് തോന്നുന്നത്. എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂട്ടോ. ഈ കാണുന്നത് മെയിൻ റോഡാണ്. അതിമന്ന് നമ്മളെ പെരയ്ക്കുള്ള റോഡാണ് കേട്ടത്. നമ്മളിവിടെ 4-5 പെരകളുണ്ട്, മുത്തച്ഛന്മാരതും ഇളയച്ചൻ്റെതും ഒക്കെ ആയിട്ട്. അപ്പൊ ഫസ്റ്റ് കാണുന്നത് തന്നെ ഇളയച്ചന്റെ പെരയാണ്. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ പെര. പിന്നെ ഈ ഒരു വഴി നമ്മളെ മുത്തച്ഛന്മാരെ പെരയ്ക്കുള്ള വഴിയാട്ടോ. എന്തായാലും നമുക്ക് നമ്മളെ പെരയ്ക്ക് കയറി പോരാ. എല്ലാവരും പോരും, കണ്ടോളി അങ്ങോട്ട്. നമ്മളെ പെര കുടിയിരുന്നിട്ട് ഇപ്പൊ ഏകദേശം 7 കൊല്ലാകാനായിട്ടോ. നമ്മളെ പെര കുടിയിരുന്ന് 1 മാസം കഴിഞ്ഞേക്കാണ് നമ്മളെ ഉപ്പാന്റെ മരണം. പക്ഷെ അൽഹംദുലില്ലാ ഇപ്പാക്കെല്ലാം കാണാനിരിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടോ. അതന്നെ ഞാൻ വലിയൊരു ഹൈറായിട്ടാണ് കാണുന്നത്. നേരെ മറിച്ച് 1 മാസം വൈകിട്ടാണ് ഈ ഒരു പെരപ്പണി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പാക്ക് ഈ ഒരു കുടിയിരിക്കലൊന്നും കാണാനൊരു ഇതുണ്ടാവില്ലേനും. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് ഇപ്പാക്ക് ഇത് കാണാനും ഒരു സന്ധ്യ ഉറങ്ങാനുള്ളൊരു ഇതുണ്ടായി, ഭാഗ്യം ഉണ്ടായി. അത് ഞാൻ വലിയൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ ഞാനിപ്പാക്ക് ആകെ ഒരു മോളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പാക്ക് ഇഞ്ച കാര്യത്തിൽ വലിയൊരു ഇത് തന്നെയാണ്, സന്തോഷമാണ്. അപ്പൊ നമുക്ക് ഇനി സിറ്റ് ഔട്ട് കണക്കായരാ. പിന്നെ ഇംഗ്ലീഷിലൊന്നും അങ്ങനെ അങ്ങോട്ട് പറഞ്ഞുതരാനൊന്നും അറിയില്ല കേട്ടോ. ഞമ്മക്ക് വെക്കണമാരും പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അപ്പൊ നമുക്ക് ഇനി നേരെ സിറ്റ് ഔട്ട് നിന്ന് ഹാൾക്ക് അങ്ങോട്ട് കയറാം. നമ്മള് പെര കുടിയിരിക്കുന്ന സമയത്ത് ഉള്ളി ചുമരൊക്കെ തേച്ചുകാണ്ട് അടി സിമെന്റ് കലക്കി പാർന്നുകാണ്ട് അങ്ങനെ കുടിയിരുന്നിക്കേനു കേട്ടോ. പുറം ഭാഗം പോലും തേച്ചിട്ടില്ലായിരുന്നു. പിന്നെ കടങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് കുടിയിരുന്നത്. പൈസ കജത്തർ കഴിഞ്ഞപ്പോ പിന്നെ അങ്ങനെ കുടിയിരുന്നതാണ്. പിന്നെ പണിയെടുത്ത് പൈസ ഉണ്ടായപ്പോ നിലം പണി എടുത്തു. ഇപ്പൊ നിലം പണി എടുത്തിട്ട് ഇപ്പൊ ഏകദേശം 5 കൊല്ലം ആകാനായിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും ഇങ്ങനെ ആയിട്ട് ഘട്ടം ഘട്ടമായിട്ട് ചെയ്തു പോരുകയാണ്. കടം മൂപ്പർക്ക് ഭയങ്കര പേടിയാണ്. കാരണം 2 പനി പനിച്ചാൽ പോയില്ല മനുഷ്യന്റെ കാര്യം. പിന്നെ ആരാണ് ആ ഒരു കടം ഏറ്റെടുക്കുക, ആ ഒരു ചിന്താഗതി എപ്പോഴും ഉണ്ട്. അത് പറഞ്ഞ് മനസ്സിലാക്കി തരലും ഉണ്ട്. അതുകൊണ്ട് തന്നെ പൈസ ഉണ്ടാകുന്നതിനനുസരിച്ച് ഓരോ പണി ഇങ്ങനെ എടുത്ത് പോരലാണ് കേട്ടോ ഞങ്ങള്. അപ്പോൾ ഇനി അടുത്തത് എന്താ മനസ്സിലൊരു മുറാത്, പെര ഒന്ന് പെയിന്റ് അടിച്ചണമെന്നുണ്ട്. കുറെ കാലമായി പെര പെയിന്റ് അടിച്ചു തുടങ്ങിയിട്ട്. പക്ഷെ അതിമൊക്കെ അങ്ങോട്ട് ഒരുങ്ങിയിട്ടില്ല. എന്തായാലും ഈ ഒരു കൊല്ലം റമദാനാകുമ്പോ തന്നെ അതിന് കൂടിയാൽ മതിയായിരുന്നു. പിന്നെ ഈ ഹാളിന്ന് നേരെ ഈ ഒരു റൂമിക്കാട്ടോ. ഓരോ ബെഡ്റൂമും 11-10 ഒന്ന് 10-10 കേട്ടോ. ഈ ബെഡ്റൂമിനോട് തൊട്ട് ചാരിയിട്ട് തന്നെയാണ് കുട്ടികളെ ബുക്കും ബാഗും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെസ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റേത് ആകെ വലുത് പരന്ന് കിടക്കിയ കാര്യം. പിന്നെ ഇത് നമ്മളെ പർദ്ദയും ഇങ്ങനെയുള്ളതൊക്കെ വെക്കാൻ ചെറിയൊരു സ്റ്റാൻഡ്, ഒരു 1500 റുപ്യന്റെ സ്റ്റാൻഡ് നമ്മൾ വാങ്ങിയതാണ്. നമുക്ക് ഏതെങ്കിലും പോയി എന്നാലേ കൈമൾ കൊളത്തിടാലോ. പിന്നെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഞാൻ ഇങ്ങനെ ഓരോരുത്തരുടെ ഓരോ കൊട്ടയിലാക്കി ഇങ്ങനെ വെക്കലാണ് കേട്ടോ. ഓരോന്നും എത്ര മടക്കി വെച്ചാലും ശരിക്കും നിൽക്കൂല. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കൊട്ട വാങ്ങിക്കാണ്ട് പിന്നെ സാലുവിൻ്റെ ഒരു കടലാസും പെട്ടിയിലൊക്കെ ഇട്ടുകൊണ്ട് അടച്ചക്കലാണ്. എന്നാ പിന്നെ അയക്കം കുത്തിത്തിട്ട് കൊണ്ട് അടച്ചക്കാലോ. എത്ര മടക്കി വെച്ചിട്ടും കാര്യമല്ലോ ഓലടിയിൽ. പിന്നെ ഈ 2 ബെഡ്റൂമിന്റെ അടിയിലായിട്ട് തന്നെയാണ് കോണിക്കൂട്. അതിന്റെ ചോട്ടിൽ തന്നെയാണ് ബാത്റൂം കേട്ടോ. ഞാൻ ഹോം ടൂർ ചെയ്യാൻ കരുതിയിരുന്നത് പെരന്റെ പെയിന്റ് അടിയും കോണിക്ക് കജ്ജു കൊടുത്തിട്ട് ഷോക്കേസിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാന്നാണ് കരുതിയത്. പക്ഷെ ലൈവിലും കമന്റിലും ഒക്കെ ആൾക്കാർ ഇങ്ങനെ പറയാണ് ഹോം ടൂർ ചെയ്യും താത്ത പെര കാണിച്ചു തരും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ടും വന്നത്.
ഇത് പിന്നെ നമ്മളെ കുട്ടീസ് കിടക്കുന്ന ബെഡ്റൂമാണ്. ഇത് ഇങ്ങനെ കിടക്കണം നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ അത് നേരെ തല കുത്തനെയാകും. ഈ ഒരു വീഡിയോക്ക് വേണ്ടിക്കാണ്ട് ഇങ്ങനെ പിടിച്ചു നിർത്തിക്കാണ്ട് ശരിയാക്കി വെച്ചതാണ്. അതിൽ തന്നെ ഉണ്ട് ചെറിയൊരു അലമാരയും കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഷോക്കേസിന്റെ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അലമാരിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അത് നമ്മളെ കല്യാണത്തിന് മേടിച്ചൊരു അലമാരയാണ്. ഈ റൂമിൽ തന്നെ ഒരു അരുവിലായിട്ട് ഞാൻ നമ്മളെ കീറിയതും പറയാതൊക്കെ അടിച്ചാലോ എന്ന് എഴുതിയിട്ട് ഒരു മെഷീൻ മേടിച്ചതുണ്ടേനും. അതും ഈ ഒരു റൂമിന്റെ മൂലക്കെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. മെഷീൻ മേടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 3-3.5 കൊല്ലമൊക്കെ ആയിക്കാണും. പിന്നെ കുട്ടികളെ മുടിമരുന്ന് ചീർപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു പെട്ടിയിലാട്ട് വെക്കുക. പിന്നെ ഈ 2 ബെഡ്റൂമും ഈ ഹാളും കഴിഞ്ഞാൽ പിന്നെ നേരെ കിച്ചൺ ഹാളിലേക്കാണ് പോണത്. ആദ്യമൊക്കെ ഡൈനിങ് മേശ ഈ ഒരു ഡൈനിങ് ഹാൾ തന്നെയാനും. പിന്നെ ഞാൻ സോഫ സെറ്റ് അയക്ക് വെച്ചിട്ട് കിച്ചൺ ഹാൾക്ക് മേശ ഇട്ടു. അപ്പൊ ഹാളിൽ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. ഇനിയിപ്പോൾ ആകെയുള്ളൊരു സമാധാനം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാതെ വരക്കണില്ല ചുമരുമേ. കാരണം ഓരോ എത്തും കുത്തും തീവണ്ടി വരക്കലും മദീനാക്കളൊക്കെ ഒക്കെ വരച്ച് വെച്ചിരിക്കണ്. എല്ലാ വരക്കലും പ്രാക്ടീസൊക്കെ കഴിഞ്ഞിരിക്കണ്. ഇനി വേണമെങ്കിൽ പെയിന്റ് അടിച്ചാൽ കാണും. കാരണം കുറച്ചൊന്നാണ്ട് അന്തം വെച്ചില്ലേ. അന്നേ മൂപ്പര് പറയേ ഞാൻ പെയിന്റ് അടിച്ചണമെന്ന് പറഞ്ഞാലേ ഒന്നങ്ങോട്ട് അന്തം വെക്കട്ടെ, എൻ്റെ പൈസ കൊണ്ടുപോയി ഞാൻ വെറുതെ കളിയില്ല എന്ന് പറയും. എന്തായാലും ഈ റമദാൻക്ക് അതിന് കൂടിയാൽ മതിയേനും പെയിന്റ് അടിച്ചാൻ. പിന്നെ ഈ മേശന്റെ നടുക്ക് നമ്മളെ സാലൂന്റെ ഫൈറ്ററാട്ടോ. അത് 2 ദിവസം ഉണ്ടാവും, പിന്നെയും ചാകും, പിന്നെയും വാപ്പാനെ കൊണ്ട് വേടിപ്പിച്ചും. മോനെ അതന്നെ ഒരു പണിയാണ്. പിന്നെ ഈ ഒരു കിച്ചൺ ഹാൾ തന്നെയാണ് നമ്മൾ ഫ്രിഡ്ജും കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആദ്യം ഇതിന്റെ ഉള്ളിൽ ഒരു റേക്കൊക്കെ ഉണ്ടായിരുന്നു. ആ റേക്കൊക്കെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഡൈനിങ് മേശത്തേക്ക് ഇട്ടിട്ടുള്ളത്. പിന്നെ സ്റ്റോർ റൂമും ഇതിനോട് ചാരിയിട്ട് തന്നെയാണ്. പിന്നെ ആ റേക്ക് തട്ടാതെ എന്തായാലും ഈ ഒരു മേശ അവിടെ കൊള്ളൂല, അത് ഉറപ്പാണ്. അപ്പൊ നിലമ്പണീന്റെ മുന്നേ ആയിട്ട് ഞാനത് കട്ട് ചെയ്യിപ്പിച്ചതാണ്. പിന്നെ കിച്ചൺ ഹാളിൽ നിന്ന് നേരെ നമ്മൾ വർക്ക് ഏരിയക്കാണ് പോകുന്നത്. ഇവിടെ ഇരിക്കാനും പിന്നെ ഞങ്ങൾക്ക് 10 മണിക്ക് ഉച്ചക്കൊക്കെ ചോറുന്നാൻ ചെറിയൊരു തിണ്ടുണ്ട്. പിന്നെ അതിന്റെ ചോട്ടിൽ 3 സ്റ്റൂൾ കണ്ടില്ലേ, അത് നമ്മളെ കോയിനെ വിറ്റ് മേടിച്ച സ്റ്റൂളാട്ടോ. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറയും, നമ്മക്ക് നിസ്സാരാണെങ്കിലും കേൾക്കുന്നവർക്ക് പോലെ നിസ്സാരേ കാര്യം. പക്ഷെ നമ്മളെ പെരയിൽ നിന്ന് കണ്ട് നമ്മൾ അധ്വാനിച്ച് കണ്ട് എന്തെങ്കിലും മേടിച്ചുമ്പോ അതൊരു സംഭവം തന്നെയല്ലേ. കാരണം ഈ കോഴിക്കാട്ടം ഇങ്ങനെ കോരിയിടുന്ന മുതലാകണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ മേടിച്ചു ഞാൻ. പിന്നെ അടുക്കളയത്തെ വിശേഷം പറയുകയാണെങ്കിൽ നമ്മൾ ചിമ്മിണിന്റെ ചോട്ടിൽ വിറക് കൊടുന്നിടൂല. പക്ഷെ അത് ഇഷ്ടമല്ല. കാരണം ഞാൻ അവിടെ അത്യാവശ്യം എടുക്കാനുള്ള പാത്രങ്ങൾ പിന്നെ എടുക്കാത്ത പാത്രങ്ങൾ ഇങ്ങനെ റേക്കിന്റെ മുകൾക്കും കയറ്റി വെക്കും. ഒരു നേരം തിരിച്ചുടിപ്പിച്ചും. അതിന് വേണ്ടി കാണ്ടില്ല വിറകൊക്കെ പാടെ കൊടുന്ന് അട്ടിയേക്കണ പരിപാടി നമ്മക്കില്ല കേട്ടോ. അത് 2 കൊള്ളി ആ ഒരു വിറകട്ടിമൊന്നും കൊണ്ടുവരും. അങ്ങനെ അടുപ്പിക്കാൻ വെക്കും. പിന്നെ വിറക് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഈ ഒരു ഷോക്കേസിലാണ് മിക്സിന്റെ ജാറ്, മിക്സി, ഓയിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കും കേട്ടോ. പിന്നെ ഈ ഒരു പെട്ടിയിലാണ് ഞാൻ ലൈറ്റർ, ഉള്ളി കട്ട് ചെയ്യുന്നത് ഒക്കെ വെക്കുക. എന്നത് അവിടെ ഒതുങ്ങി നിന്നോളും. ഇവിടെ കൊന്നിട്ട് അടപ്പിട്ട് കിട്ടണം, എന്നെങ്കിലും ഒരു വൃത്തിയിട്ടുള്ളൂ. പെയിന്റ് അടിച്ചാൽ നമ്മളെ വലിയ പൂതിയാണ്. പറഞ്ഞു നോക്കണം മൂപ്പരോട്. പിന്നെ നേരെ മുറ്റത്തേക്കുള്ളത് സംഭവമാണ് കേട്ടോ. ഇതിലേട്ടോ മുറ്റത്തേക്ക് ഇറങ്ങുക. മുറ്റത്ത് തന്നെയാണ് വിറകിന്റെ അട്ടിയുള്ളത്. അപ്പൊ വിറക് കഴിയുമ്പോൾ വലിച്ചാൽ മതി, ചിമ്മിന്റെ ചോട്ടുക്ക് കൊണ്ടുവന്നക്കണ്ട. വിറകട്ടിമ്മ തന്നെ ഞാൻ മഗ്ഗും കൊടുന്ന് ചാരി വെച്ചിക്കണം കേട്ടോ. വലുതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇട്ട് കാണ്ടാൻ ചെറുതാക്കും. എന്നിട്ട് മുറ്റത്തിട്ട് കൊത്തി ഇറങ്ങാണ്ട് നല്ല ചീത്തയും കിട്ടും. എന്നാലും പിന്നെ അവിടെ ഇട്ട് കാണ്ട് തന്നെ കൊത്തും. ഇത് മൂപ്പര കാട് വെട്ടുന്ന മെഷീനാണ്. അത് ഇവിടെ വെക്കല്. അയിമൊന്നും ആർക്കും തൊടാൻ പാടില്ല. ഇത് പിന്നെ തൊടും അല്ല മുറ്റോ അല്ല, പക്ഷെ അടിച്ചോരാഷ്ടം പോലെ ഉണ്ടാവും ചെയ്യും. അങ്ങനെ ഒരു സംഭവമാണ്. അപ്പൊ ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോഴാണ് പഠിച്ചോനെ വലിയൊരു കറുത്ത പോത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതെന്തായാലും കുത്തിച്ചടിച്ച് പണി കഴിച്ചിട്ടുണ്ട് ഈ വീഡിയോ കഴിഞ്ഞിട്ട്. പിന്നെ ഈ ഒരു ഭാഗത്താണ് നമ്മളെ കോഴിക്കോട് കേട്ടോ. പിന്നതിങ്ങനെ നമ്മളെ വരുന്ന വജ്ജക്കുള്ള ഒരു കാഴ്ചയാണ്. പിന്നെ മഞ്ഞളൊക്കെ കളക്കാനയക്കണ്. ഇനിയിപ്പോ ആ ഒരു പണി ഉണ്ട്. കുമ്പത്തിലാണ് മഞ്ഞൾ കളക്കുക. ആ ഒരു പണികളൊക്കെ അവിടെ ഇങ്ങനെ ഉണ്ട്, ഒക്കെ ചെയ്യണം.
അപ്പൊ ഈ പെരന്റെ ബാക്ക് ഭാഗം കൂടി വീഡിയോ എടുക്കട്ടെ എന്ന് കരുതി നോക്കുമ്പോൾ ആ മിക്കു മുട്ട ഇടാൻ വരുന്നുണ്ട് കേട്ടോ. ഇവളെ പേര് മിക്കു ആണ്. ഇഞ്ച സിത്ത് ഇടുന്ന പേരാണ് മിക്കു എന്നൊക്കെ. അച്ചുണ്ടേന് അച്ചുവിനെ ജന്തുക്കളും കൊണ്ടുപോയി. അപ്പോൾ അവള് മുട്ട ഇടാൻ ഇങ്ങനെ സ്പെഷ്യലായി വരികയാണ്. അപ്പോഴാണ് ഞാനും വീഡിയോ എടുക്കാൻ വരുന്നത്. അപ്പോൾ ഓളെയും കൂടി അങ്ങോട്ട് എടുത്തു. അതിൽ കിടക്കട്ടെ കരുതി. ഇവിടെ ഒക്കെ കുറച്ച് വായക്കുടുംബാണ്. കാരണം റൂമിക്ക് നല്ല തണുപ്പുണ്ടായിക്കോളും എന്ന് പറഞ്ഞിട്ടേ. കുടിയിരിക്കുന്ന സമയത്ത് ഒരു മരുഭൂമിയാണ് ഇവിടെ. ഇതൊക്കെ പിന്നെ കുഴിച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു തണുപ്പ്. അങ്ങനെ നമുക്കൊരു 10-18 തേങ്ങ ഇതിമ്മ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇടാനൊന്നും ആയിട്ടില്ല. അൽഹംദുലില്ലാഹ് ഉണ്ടായി കാണുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണിച്ചു തരാനില്ല. ഇനിയിപ്പോ എന്താ ഇപ്പൊ വീഡിയോ എടുക്കുക. ഇങ്ങനൊക്കെ തന്നെയാണ് ഇവിടെയൊക്കെ കിടക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് നമ്മളെ പരിത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോ എന്തായാലും ഞാൻ ഡേ മൈ ലൈഫൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് വീടിന്റെ പണികളൊക്കെ ഒരുവിധം കച്ചട്ടെ കരുതുന്നുണ്ട്. അപ്പൊ ഞാൻ ഇനി ആ ഒരു വീഡിയോ ആയിട്ടും അധികം വൈകാതെ വരണ്ട്. ഇന്നും നാളെയൊന്നും വരൂല. നോമ്പിന്റെ മുന്നായിട്ടൊക്കെ വരണ്ട കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ ഇനി അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതിനെ കുറിച്ചിട്ട് ചെറുതായിട്ടൊരു അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ പുതിയൊരു വീഡിയോസ് ആയിട്ട് വരണ്ട്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.